അപകടകരമായ രോഗാണുക്കളെ യുഎസിലേക്ക് കടത്തിയതിന് ചൈനീസ് പൗരന്മാർ പിടിയിൽ. കഴിഞ്ഞ ദിവസം പുറത്തെത്തിയ ഒരു വാർത്തയാണിത്. എന്തിനാവാം രോഗാണുക്കളെ ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ഒളിച്ചു കടത്തുന്നത്? കാരണം തീരെ നിസ്സാരമല്ല എന്ന് ആർക്കും ഊഹിക്കാം. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ ഇളക്കുക, അവിടെ സാമൂഹിക അശാന്തി സൃഷ്ടിക്കുക, ഇങ്ങനെ നീണ്ടുപോകുന്നു കാരണങ്ങൾ. യുഎസിലെ ചൈനീസ് പൗരന്മാരുടെ അറസ്റ്റോടെ ഏറെ ഭയക്കേണ്ട ഒരു സാമൂഹിക ഭീഷണിയിലേക്ക് കണ്ണു തുറക്കുകയാണ് ലോകം. ആഗ്രോ ടെററിസം എന്ന ഈ വിപത്തിനെ കുറിച്ചാണ് ഇന്ന് ഇൻഡെപ്ത് ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് അപകടകാരികളായ രോഗാണുക്കളെ യുഎസിലേക്ക് കടത്തിയതുമായി ബന്ധപ്പെട്ട് 2 ചൈനീസ് പൗരന്മാർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. ഗവേഷകനായ സുങ്യോങ് ലിയു എന്ന 34-കാരനും പങ്കാളി ജിയാനും. ജിയാനെ കാണാൻ കഴിഞ്ഞ വർഷം ജൂലൈയിൽ യുഎസിലെത്തിയ സുങ്യോങ് ഒരു പ്രത്യേകതരം ഫംഗസിനെ രാജ്യത്തേക്ക് കടത്തിയെന്നാണ് കേസ്. FBI-ക്ക് ലഭിച്ച ഒരു ക്രിമിനൽ കംപ്ലൈന്റിനെ തുടർന്നാണ് ഇരുവരും പിടിയിലാകുന്നത്. വിശദമായ ചോദ്യം ചെയ്യലിൽ ലിയു കുറ്റം സമ്മതിക്കുകയും ചെയ്തു. ജിയാൻ ജോലി ചെയ്തിരുന്ന മിഷിഗൺ യൂണിവേഴ്സിറ്റിയിലെ ലാബിലേക്ക് രോഗാണുക്കളെ എത്തിച്ചു എന്നതായിരുന്നു ഇയാളുടെ വിശദീകരണം. ലിയുവും ജിയാനും തമ്മിൽ നടത്തിയ ചാറ്റുകൾ ഇത് സാധൂകരിക്കുന്നതുമായിരുന്നു. കഴിഞ്ഞ വർഷം ജൂലൈയിൽ ബാഗിൽ സംശയാസ്പദമായി ഒരു ചെടിയുടെ സാമ്പിൾ കണ്ടതിനെ തുടർന്ന് ലിയുവിനെ ഡിട്രോയ് വിമാനത്താവളത്തിൽ വെച്ച് ചോദ്യം ചെയ്തിരുന്നു. അന്ന് എന്തൊക്കെയോ പറഞ്ഞ് ഇയാൾ രക്ഷപ്പെട്ടെങ്കിലും ചൈനയിലേക്ക് തിരിച്ചയച്ചു. പിന്നീടാണ് ഇത് പാത്തോജൻ ആണെന്നും ഇവ മിഷിഗൺ ലാബിൽ ഗവേഷണത്തിന് എത്തിച്ചതാണെന്നും FBI സ്ഥിരീകരിക്കുന്നത്. ലിയുവിന്റെ ഫോണിൽ പ്ലാൻ പാത്തോജൻ വാർഫെയർ അണ്ടർ ചേഞ്ചിങ് ക്ലൈമറ്റ് എന്ന പേരിൽ ഒരു ആർട്ടിക്കിളും FBI കണ്ടെത്തി. അതായത് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പശ്ചാത്തലത്തിൽ ജൈവായുധം ഉപയോഗിച്ച് യുദ്ധം നടത്തുന്നതിന്റെ സാധ്യതകൾ വിലയിരുത്തുന്ന പഠനം. പക്ഷേ സാമ്പിളുകളുമായി ലിയു പിടിയിലാകുന്നതിനു മുമ്പ് തന്നെ മിഷിഗൺ ലാബിൽ ജിയാൻ ഫംഗസിനെ ഉപയോഗിച്ചിരുന്നു എന്നാണ് FBI നൽകുന്ന വിവരം. എന്നാൽ ഇതേക്കുറിച്ച് തങ്ങൾക്ക് വിവരമില്ല എന്ന് യൂണിവേഴ്സിറ്റി സ്ഥിരീകരിക്കുന്നുണ്ട്. അന്വേഷണത്തിന് പൂർണ്ണ പിന്തുണ അറിയിച്ച സർവകലാശാല ചൈനയിൽ നിന്ന് ഒരു സഹായവും സ്വീകരിച്ചിട്ടില്ല എന്നും കൂട്ടിച്ചേർത്തു. ഇതേ ഫംഗസിനെ കുറിച്ച് ചൈനയിൽ ഗവേഷണം നടത്തിയിരുന്നവരാണ് ലിയുവും ജിയാനും. ഇതിനായി ചൈനീസ് സർക്കാരിൽ നിന്ന് ജിയാന് ധനസഹായം വരെ ലഭിച്ചിരുന്നു. അന്വേഷണത്തിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ജിയാന് ബന്ധമുള്ളതിന്റെ ഡിജിറ്റൽ തെളിവുകൾ FBI കണ്ടെത്തിയിട്ടുണ്ട്. തുടർന്നാണ് ജിയാനെ അറസ്റ്റ് ചെയ്യുന്നത്. ഏതെങ്കിലും കേസിൽ ആരോപണ വിധേയരായ വ്യക്തികളെ കൈമാറാൻ നിലവിൽ യുഎസും ചൈനയും തമ്മിൽ കരാറില്ല എന്നതുകൊണ്ട് ലിയുവിനെ യുഎസിൽ എത്തിക്കാനായിട്ടില്ല. എന്നിരുന്നാലും ഗൂഢാലോചന, തെറ്റായ വിവരം നൽകൽ, വിസ തട്ടിപ്പ് തുടങ്ങിയ കുറ്റങ്ങൾ ഇരുവർക്കുമെതിരെ ചുമത്തിയിട്ടുണ്ടെന്നാണ് വിവരം. അതീവ ഗുരുതരമായ സുരക്ഷാ ഭീഷണി എന്നാണ് സംഭവത്തെ FBI വിശേഷിപ്പിച്ചത്. സംഭവം ആഗോള സുരക്ഷയ്ക്ക് തന്നെ വെല്ലുവിളി സൃഷ്ടിച്ചിരിക്കുകയാണെന്ന് പോലും FBI സ്പെഷ്യൽ ഏജന്റ് ഷെയ്വോറിയ ഗിബ്സൺ പ്രതികരിച്ചു. ഇങ്ങനെ വിഷയം ഇത്ര ഗൗരവമേറിയതാവാൻ ലിയുവും ജിയാനും കടത്തിയ ആ ഫംഗസ് എന്തായിരുന്നു എന്നല്ലേ? ലോകത്തെ ഏറ്റവും ഭീകരമായ ആഗ്രോ ടെററിസം വെപ്പൺ എന്ന് വിളിക്കപ്പെടുന്ന ഫ്യൂസാരിയം ഗ്രാമിനിയറം എന്ന പാത്തോജനായിരുന്നു അത്. ഒരു ബയോളജിക്കൽ വെപ്പൺ അഥവാ ജൈവായുധമായി ഈ രോഗാണുവിനെ ഉപയോഗിക്കാമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. കാരണം അത്രയും അപകടകരമാണ് കാർഷിക വിളകളെ ബാധിക്കുന്ന ഈ ഫംഗസ്. ജിബറെല്ലാസിയ എന്ന വിളിപ്പേരുമുണ്ട് ഈ ഫംഗസിന്. ഗോതമ്പ്, ബാർലി, നെല്ല് പോലുള്ള വിളകളിൽ കാണപ്പെടുന്ന ഹെഡ് ബ്ലൈറ്റ് എന്ന രോഗത്തിന് കാരണക്കാരൻ കൂടിയാണിവ. ഹെഡ് ബ്ലൈറ്റ് ബാധിച്ചാൽ കാർഷിക മേഖലയിൽ വൻ നഷ്ടമാകും രാജ്യങ്ങൾ നേരിടുക. എന്നുവെച്ചാൽ ഓരോ വർഷവും ബില്യൺ കണക്കിന് നഷ്ടം. കാർഷിക ആവാസ വ്യവസ്ഥയെ ബാധിക്കുന്ന ഏറ്റവും അപകടകാരികളായ 5 ഫംഗൽ പാത്തോജനുകളിൽ ഒന്നാണ് ജിബറെല്ലാസിയ. സാധാരണ കീടനാശിനികൾ കൊണ്ടോ മറ്റു മാർഗങ്ങൾ കൊണ്ടോ ഇവയെ കൊല്ലാനാകില്ല. ഒരിക്കൽ പിടിപെട്ടാൽ കൃഷി ഒന്നാകെ നശിക്കുകയാവും ഫലം. ജിബറെല്ലാസിയ ബാധിക്കുന്ന ചെടികളിൽ മൈക്കോടോക്സിൻ എന്നൊരു കോമ്പൗണ്ട് ഉൽപ്പാദിക്കപ്പെടുന്നുണ്ട്. വോമിറ്റോക്സിൻ എന്നാണ് ഇതിന്റെ മറ്റൊരു പേര്. ഇവ മനുഷ്യരുടെയോ മൃഗങ്ങളുടെയോ ഉള്ളിലെത്തിയാൽ അതിന്റെ അനന്തരഫലം അതിഭീകരമാണ്. മനുഷ്യ ശരീരത്തിൽ ഗുരുതരമായ കരൾ രോഗത്തിനാണ് ജിബറെല്ലാസിയെ വഴിവെക്കുക. നിർത്താതെയുള്ള ഛർദിയാവും പ്രധാന ലക്ഷണം. പിന്നീട് നേരെ കരളിനെ ബാധിക്കുന്ന തരത്തിലേക്ക് ഇവ പടരും. പ്രത്യുൽപാദന ശേഷിയെയും ഇവ കാര്യമായി ബാധിക്കുമെന്ന് പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതൊക്കെ കൊണ്ട് തന്നെ വിളകളെ ഈ ഫംഗസ് ബാധിച്ചാൽ പിന്നീട് അതിൽ നിന്ന് കര കയറുക അസാധ്യമാകും. ഫ്യൂസാരിയം ഗ്രാമിനിയറം മനുഷ്യരെ ലക്ഷ്യം വെച്ചല്ല ഉപയോഗിക്കുന്നത് എന്നാണ് ഇതുവരെ ലഭിച്ചിരിക്കുന്ന വിവരം. പക്ഷേ കാർഷിക വിളകളെ കാര്യമായി തന്നെ ലക്ഷ്യം വെക്കുന്നുണ്ട് താനും. കാർഷിക മേഖല തകർക്കുന്നത് വഴി ഒരു രാജ്യത്തിന്റെ സമ്പദ്ഘടന പാടെ നശിപ്പിക്കുകയാണ് പ്രധാന ഉദ്ദേശം. ഈ പ്രവൃത്തിയാണ് ആഗ്രോ ടെററിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാർഷിക മേഖല തകർന്നാൽ സർക്കാരുകൾ തന്നെ വീഴും. വിളകളുടെ രോഗബാധ അങ്ങനെ നയതന്ത്രപരമായ കെണികളായി കണക്കാക്കപ്പെടില്ല എന്നതുകൊണ്ട് തന്നെ
അത് അധാർമികമായ ഒരു യുദ്ധതന്ത്രം കൂടിയാണ്. രോഗാണുക്കളുമായി പിടിയിലായത് ചൈനീസ് പൗരന്മാരാണ് എന്നതിനാലാണ് US-ലെ സംഭവത്തിന് ഇത്ര ഗൗരവമേറാൻ ഒരു പ്രധാന കാരണം. കൊറോണ വൈറസിനെ വുഹാനിലെ ലാബിൽ ഉൽപ്പാദിപ്പിച്ചതാണ് എന്ന വാദം ലോകരാജ്യങ്ങൾക്കിടയിൽ ഇപ്പോഴും പ്രബലമാണ്. അതുകൊണ്ട് തന്നെ ജിബ്രല്ല CAA ഒരു ജൈവായുധമായി US-ന് നേരെ ചൈന പ്രയോഗിച്ചു എന്ന സാധ്യത വിദഗ്ധർ തള്ളിക്കളയുന്നില്ല. ഇനി ഇതിനു മുമ്പ് ആഗ്രോ ടെററിസം ലോകത്ത് നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നിരവധി ഉദാഹരണങ്ങൾ ചരിത്രത്തിൽ ചൂണ്ടിക്കാട്ടാനാവും. രണ്ടാം ലോക യുദ്ധകാലത്ത് ജർമ്മനിയും ജപ്പാനുമെല്ലാം ആഗ്രോ ടെററിസം പുറത്തെടുത്തിട്ടുണ്ട്. 1984 അമേരിക്കയിലെ ഒറിഗോണിൽ സാൽമൊണല്ല ബാക്ടീരിയ ഉപയോഗിച്ചും ആഗ്രോ ടെററിസം നടന്നിരുന്നു.